ഓം ശിവം. ഓം ശിവം. ഓം ശിവം. സ്വസ്തി ആയുഷ്മാൻ ഭവ. ആ ഓരോ പൂവിലും പേരാലിൻ ഇലകളിലും വാദപ്രചണ്ഡനായ ആ സ്പർശ ബ്രഹ്മത്തെ തൊട്ടറിഞ്ഞുവോ താൻ? കുടത്തിൽ വെള്ളമെന്നതുപോലെ ശരീരത്തിൽ ആത്മാവ് കുടികൊള്ളുന്നു. സപ്താശ്വന്റെ തേര് കിഴക്ക് നിന്നു പടിഞ്ഞാറോട്ട്. സ്വാമിജി, വിളിച്ചു ചൊല്ലുമ്പോൾ വിളി കേൾക്കാത്തതാരാണ്? ധൂപം ധൂളിക്കിട നൽകുന്നില്ല. നാളത്തിനു മുന്നിൽ നിന്നും നാമം ജനിക്കുന്നു. കരിയുന്ന ദീപങ്ങൾക്ക് മുന്നിൽ കൊഴിഞ്ഞു വീഴുന്നത് ഈശ്വരഭജനമാണ് എന്ന് തോന്നുന്നുണ്ടോ ശബരിക്ക്? ഇല്ല. കർപ്പൂര ധൂളികൾ വെള്ളത്തിന് മീതെ കത്തുമ്പോൾ ആ ജ്വാലകളെ വെള്ളം വിഴുങ്ങാറുണ്ടോ? നാളെയല്ലേ തീർത്ഥാനന്തപുരി വരുന്നത്? ഒരുക്കങ്ങളെല്ലാം തികഞ്ഞിരിക്കണം. പൂർണ്ണകുംഭവുമായി താൻ തന്നെ വേണം അദ്ദേഹത്തെ സ്വീകരിക്കാൻ. തീർത്ഥാനന്തപുരിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നിശ്ചയിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മുജ്ജന്മ സുഹൃതം കൊണ്ടാവാം സംവത്സരങ്ങളിലൂടെ മാത്രം ഒരുവന് പ്രാപ്യമാകുന്ന ലോകത്തെ നീ ഇത്രനാൾ കൊണ്ടു തന്നെ പ്രാപിച്ചിരിക്കുന്നു. ഇതാവാം എന്റെ നിയോഗം. അതെ, നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നന്മയുടെ തേര് തെളിക്കാൻ. സ്വാമിജി നമോഭാഗം. ആയുഷ്മാൻ ഭവ. ഈ ഉദരം എന്ന് വെച്ചാൽ എന്താ സ്വാമിജി? ഉദരം എന്ന് വെച്ചാ വയറ്. എന്താ നാരായണ? അപ്പൊ ഉദര നിമിത്തം ബഹിർദം വേഷമെന്ന് വെച്ചാലോ? പരീക്ഷകളെല്ലാം സംസ്കൃതം പഠിച്ചിരിക്കുന്നു. അഭിവന്ദ്യനായ അങ്ങേക്ക് രാമപുരിയിലേക്ക് സ്വാഗതം. ഒന്നോളൂ ഒന്നോളൂ. അവിടെ മാറിക്കോളൂ മാറിക്കോളൂ. വെള്ളം പാദം കഴുകുക, പാദം കഴുകുക. മാറിക്കോളൂ മാറിക്കോളൂ. ആരതി പൂർണ്ണകുംഭം. സന്തോഷായി. കാമവൈരി. ഓ, എന്താണ്? വയറിന് നല്ല സുഖമില്ല സ്വാമിജി. ഓ ആയിക്കോട്ടെ. കാമവൈരിയുടെ കാര്യത്തിൽ ഇപ്പോഴും സംബോധന പ്രഥമയിൽ തന്നെ നിൽക്കുകയാണല്ലോ. അടുത്ത ദിവസം സപ്താഹം തുടങ്ങുകയാണ്. 7 നാളും സ്വാമി തന്നെ നേതൃത്വം നൽകണം. അടുത്ത വെള്ളിയാഴ്ച പൗർണമി നാള് പഞ്ചാംഗ യോഗ്യമാണ്. അന്ന് തന്നെ ശബരിയെ സ്ഥാനമേൽപ്പിക്കണം. ശിവ ശിവ, ഒക്കെ ഇത്ര വേഗം തന്നെ അങ്ങ് നിശ്ചയിച്ചു? ഈ യുവയോഗിയുടെ സന്യാസത്തിലേക്കുള്ള കടന്നുവരവ് സ്വാമിജി ഓർക്കുന്നു. യോഗ്യനായവൻ കർമ്മത്തിനായി നിയോഗിക്കപ്പെടുന്നു. നീരിൽ നിൽക്കുന്ന താമരയെ വെള്ളം ശുശ്രൂഷിക്കും, സൂര്യൻ വിടർത്തും.
ഞെട്ടറ്റുപോയാലോ? ഓം ശാന്തി ശാന്തി. ഉം. കൊണ്ടുവാ. ഛേ, വെട്ടിക്കൊണ്ടുവാ. വരൂ. പ്രഭാനന്ദ സ്വാമിജി വിവരങ്ങളൊക്കെ ധരിപ്പിച്ചില്ലേ? ഉവ്വ്. ഓരോ ജന്മത്തിനും അതിൻ്റെതായ പൂർണ്ണതയുണ്ട്. അത് നേടിയേ മതിയാവൂ. അങ്ങയുടെ സ്ഥാനത്ത് അവരോധിതനാവാൻ എനിക്കെന്ത് യോഗ്യതയാണ് സ്വാമിജി? അന്നാദ്യമായി കണ്ടപ്പോൾ തന്നെ തൻ്റെ മുജ്ജന്മങ്ങളുടെ സാരല്യം കണ്ടറിഞ്ഞിരുന്നു ഞാൻ. ബുദ്ധിയുടെ വാചാലതയ്ക്കുമേൽ തൻ്റെ മുകുരം പോലും ശബ്ദിച്ചിരുന്നു. ജഠരത്തിലെ ശയനത്തിന് ശേഷം ജഠരത്തെക്കുറിച്ച് പഠനം. ഓർമ്മകളുടെ ഞരമ്പ് മുറിയുമ്പോ നിണം ഒഴുകാറുണ്ടോ ശബരി? എന്താ താനൊന്നും മിണ്ടാത്തത്? മൗനം ധരിച്ചവന്റെ വാക്കിൽ നിന്നും അഗ്നി പൂക്കും അല്ലേ സ്വാമിജി? ഇടിമിന്നലിനെ മഴ അധീനപ്പെടുത്താറില്ല, മറിച്ച് അധികരിപ്പിക്കും. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടെങ്കിലും വെളിച്ചമേകാൻ ഒരു ചന്ദ്രനെ കഴിയൂ. താൻ മനസ്സിലാക്കിക്കോ, ഇരുട്ടും അല്പം പഴകിയാൽ വെളിച്ചമാകും. ഒരു യാത്രയും പൂർണ്ണമാകില്ലേ സ്വാമി? പാദത്തിനു മുകളിൽ പാദം വെച്ചാൽ നടക്കാൻ പറ്റുമോ? മൗനമാകുന്ന താമരയെ സൂര്യൻ വിടർത്താറില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ തനിക്ക്? അപൂർണമായി. അധ്യയനം പൂർത്തിയാവും മുമ്പ് തന്നെ സമാധി. ഇനിയൊന്ന് ഉറങ്ങണം. പുലർച്ചെ തന്നെ പുറപ്പെടണം നമുക്ക്. സ്വാമി, പോയി കിടന്നോളൂ. മോളെ, എനിക്ക് ലക്ഷ്മി, അമ്മയ്ക്കുള്ള മനസ്സിലായില്ലേ? മേഴത്തറയിലെ ഷോ എത്ര വർഷങ്ങളായി കണ്ടിട്ട്. മോൾ എന്നാ വന്നേ? ഇന്നലെ വന്നേയുള്ളൂ അമ്മ. വാ, അകത്തേക്ക് വാ. കാലാവസ്ഥാ പ്രവചനമൊക്കെ തെറ്റാ മോളെ. ബംഗാളിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നോണ്ടല്ലേ നമുക്ക് മഴ കിട്ടുന്നത്. ദാ ഇടവ മുഴുവൻ കഴിഞ്ഞു, മഴ പോയിട്ടൊരു കാറ്റ് പോലും കിട്ടാനില്ല. മോളുടെ പഠനമൊക്കെ എന്തായി? ഭരതമുനിയുടെ നാട്യവിദ്യകളൊക്കെ അപ്പാടെ പഠിച്ചിട്ടേ ഇനിയൊരു തിരിഞ്ഞു നോട്ടം ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ ഇവിടെ മദിരാശിക്ക് പോയത്. ബിരുദം കഴിഞ്ഞു അമ്മ. അപ്പോ ഒരു ഡാൻസ് അക്കാഡമി നമ്മുടെ നാട്ടിലും തീർച്ചയായും പ്രതീക്ഷിക്കല്ലേ? നമ്മുടെ നാട്ടിലെ കുട്ടികളെ നൃത്തം പഠിക്കട്ടോ. ഈ നാട്യരത്നത്തെ നാടറിയട്ടെ. കുടിക്കുമോളെ. അല്ലയോ കവി പൊങ്കവാ.
വിശപ്പും ദാഹമൊന്നും ഇല്ലേ? പനിമതി മോഖി ബാലേ, വല്ലതും കഴിക്കണ്ടയോ? അച്ഛൻ വന്നോടി. ഓ, അച്ഛൻ ഇനി വരെ ഒരുപാട് താമസിക്കുമായിരിക്കും. വല്ലതും കഴിക്കണ്ടേ ഉണ്ണി? എണീറ്റ് വാ. ഇതാ വരുന്നമ്മേ. ആ, ഊണിനൊരു അതിഥി കൂടിയുണ്ട്. അങ്ങോട്ട് നോക്ക്. ലക്ഷ്മി, ഈ നിൽക്കുന്നതാണ് സുപ്രസിദ്ധ യുവകവി സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ നായർ എം.എ. മലയാളം. ലക്ഷ്മി ദേവി മേഴത്തറ മദ്രാശിയില്. അതേന്നേ, നൃത്താഭ്യാസമൊക്കെ കഴിഞ്ഞ് കക്ഷി ഇന്നലെ എത്തിയതേ ഉള്ളൂ. വലിയ കവിതാപ്രേമി കൂടിയാ. കുട്ടി കവിത എഴുതാറുണ്ടോ? ഇല്ല, വായിക്കും. നല്ല ഭേഷായി കവിത ചൊല്ലും സാറേ. അറിയണമെങ്കിൽ ഒരെണ്ണം എഴുതി കൊടുത്തു നോക്ക്. ഒന്ന് ചുമ്മാ തിരി എന്റെ സീതെ. സീതേ, ഇനി വിശേഷങ്ങളൊക്കെ പിന്നെ. ഊണ് വിളമ്പി വെച്ചു. വരൂ, ഊണ് കഴിക്കാം. വാ. ആ മോളെ, ഞങ്ങൾ ഇറങ്ങുന്നു. ആ സുഖ തിരിച്ചുകൊണ്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം തിരിച്ചെത്താം കേട്ടോ. ആഹാ, എന്താ ഉണ്ണികൃഷ്ണ ഈ വഴിയൊക്കെ? നമ്മുടെ ഡാൻസ് ടീച്ചറിനെ കണ്ട് ഒരു അപേക്ഷ ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാ. ദാ നിക്കണു, നേരിട്ട് സമർപ്പിച്ചോളൂ. രണ്ടുപേരും കൂടി ഇതെങ്ങോട്ടാ? നമ്മുടെ ഇടക്കരയിലെ സത്യവ്രതൻ സാറിനെ ഒന്ന് കാണണം. സാറിനെ എന്റെ അന്വേഷണം കൂടി ഒന്ന് അറിയിച്ചേക്കണേ. ഓ, പിന്നെന്താ. ആ, ഒരു കാര്യം ചെയ്, നിങ്ങൾ സംസാരിക്കുക കേട്ടോ. വരൂ ഉണ്ണിയേട്ടാ. എന്റെ ലക്ഷ്മി, ഇന്നലെ ഉറങ്ങാനേ പറ്റിയില്ല. എന്തു പറ്റി? എന്റെ ടീച്ചറെ, ആ കുട്ടി എനിക്ക് ഒരു സൗകര്യം തരുന്നില്ല. ആര്? നമ്മുടെ കുട്ടിമാളുവേ. എന്തിന്? ആ കുട്ടിക്ക് നൃത്തം പഠിക്കാതെ ഒരു നിവൃത്തിയില്ലെന്നായി. ഞാൻ ചായ എടുക്കാം. എങ്ങനെയുണ്ട് ലക്ഷ്മി കവിത? ഹൃദ്യമായ വരികളല്ലേ ഉണ്ണിയേട്ടാ, ആർക്കാ ഇഷ്ടപ്പെടാത്ത? കുട്ടിമാളിന് നൃത്തത്തിലൊന്നും വലിയ താല്പര്യമില്ലെന്നാണല്ലോ ഉണ്ണിയേട്ടാ അവൾ എന്നോട് പറഞ്ഞേ. അവൾ അങ്ങനെ പറഞ്ഞു? പേടി കൊണ്ടാവും. ഒത്തിരി ഫീസൊന്നും പറയല്ലേ ടീച്ചറെ? ഫീസ് കാശായിട്ട് വേണ്ടെങ്കിലോ? പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ കവിത തന്നാ മതിയാവും. ഈണത്തിൽ ചൊല്ലാവുന്ന കാവും പാലയും കണ്ണിമാങ്ങയും മയിൽപ്പീലിയും ഒക്കെയുള്ള കവിതകൾ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ ഉണ്ണിയേട്ടാ? മാളൂനെ നന്നായി പഠിപ്പിക്കണേ. കവിത കുറിച്ചു നീ അഴകേ എൻ മുന്നിൽ വിരുന്നു വന്നു. ജന്മാന്തരം പൂത്ത പുണ്യം വിടർത്തുവാൻ എൻ മുന്നിൽ നിന്നു നീ പൂങ്കനവായി. ഓ ഓ
പറയാതെയെല്ലാം പറഞ്ഞു. പെണ്ണെ നീ പടികേറിയെത്തിയൻ ജീവനിൽ ചിരിപൂത്ത പൊൻതളക്കിലുക്കമോടെ നറുമലരുളിയായി ഇഴിമുലത്തുമ്പിൽ. സ്മൃതി നേർത്തൊരാ നീലരാവിൽ നിറതിങ്കളായി നീ ഉദിച്ചു. പ്രണയാർദ്രമീ നൊമ്പരങ്ങൾ പ്രിയമോടെ നമ്മൾ നിറയ്ക്കേ. നറുമലരുളിയായി ഇഴിമുനത്തുമ്പിൽ കവിത കുറിച്ചു നീ. അഴകേ എൻ മുന്നിൽ വിരുന്നു വന്നു. ജന്മാന്തരം പൂത്ത പുണ്യം വിടർത്തുവാൻ എൻ മുന്നിൽ നിന്നു നീ പൂങ്കനവായി. ദാമ്പത്യോരൈക്യകാലേ ധനവ്യയ ഹിബുകേ സപ്തമേ ലഗ്നരന്ധ്രേ എന്ന് ശാസ്ത്രവചന പ്രകാരം ജാതകവശാലുള്ള പാപസാമ്യ പൊരുത്തം നോക്കുമ്പോ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് ഒരു കാരണവശാലും വിവാഹം നടത്താൻ പാടുള്ളതല്ല. കാരണം സ്ത്രീ ജാതകവശാൽ മംഗല്യസ്ഥാനത്ത് അതീവ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുകയാൽ ബലവത്തായ വൈധവ്യദോഷം കാണുന്നു.
ദീർഘയാത്ര കഴിഞ്ഞ് വരികയല്ലേ, അല്പം വിശ്രമിക്കാം. ഞങ്ങളുടെ യാത്രയ്ക്ക് അങ്ങയുടെ കാഷായത്തോളം തന്നെ പഴക്കമുണ്ട് സ്വാമിജി. ഏതോ നദിക്കരയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ച ഇരിക്കപ്പിണ്ടങ്ങളിൽ നിന്നും ബലിക്കാക്കകൾ തിന്നു മടങ്ങിയോ, അതോ പിന്മടങ്ങിയോ? പവിത്ര മോതിരത്തിന്റെ കറുകത്തുമ്പിൽ ഈ ആത്മാക്കളുടെ നിലവിളി അങ്ങ് കേൾക്കാത്തതെന്തേ? നിറഞ്ഞു കത്തുന്ന ആത്മീയതയും കൃഷ്ണപക്ഷത്തിന്റെ ശുഭതയും മാത്രമേ ഇന്നെന്റെ മനസ്സിലുള്ളൂ. നമ്മുടെ സീതയുടെ കല്യാണമാണ്. രക്തബന്ധങ്ങളുടെ ദക്ഷിണ വാങ്ങാൻ അങ്ങ് പൂർവാശ്രമത്തിലേക്ക് വരുമോ സ്വാമിജി? നന്നായി വരട്ടെ. ഏട്ടാ, നമ്മുടെ അച്ഛൻ ഒരു വശം തളർന്ന് കിടപ്പില്ല. നന്നായി പഠിക്കണം. ഇനിയൊരു യാത്ര മൊഴി വയ്യ സ്വാമിജി. ഇനിയൊരു യാത്ര മൊഴി വയ്യ സ്വാമിജി. ഇനിയൊരു യാത്ര മൊഴി വയ്യ സ്വാമിജി. ഇനിയൊരു യാത്ര മൊഴി വയ്യ സ്വാമിജി.